ഹലോ വെൽക്കം ബാക്ക് ഹോം ബുക്ക് ബൈ ശ്രീ ശിവ. അപ്പോൾ ഇന്ന് നമുക്കൊരു എന്താ പറയുക ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. അപ്പം നമ്മളെ കാണാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ യൂട്യൂബിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം എനിക്കിവനെ ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. കാരണം ഞാൻ എൻ്റെ ജോബിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് വി ഐയിലാണ്. അപ്പോൾ ഞങ്ങളുടെ വി ഐയുടെ ട്രെയിനിങ്ങിൽ നിന്ന് ഞാൻ പരിചയപ്പെട്ട ഒരു അനിയനാണ് ഇവൻ. അനന്തു എന്നാണ് പേര്, ഫ്രം കൊടകര, തൃശ്ശൂർ കൊടകരയാണ് കേട്ടോ. അപ്പോൾ ആളിന്ന് ഒരു സർപ്രൈസ് വിസിറ്റ് നടത്തിയതാണ്. കാരണം വരികയാണെന്ന് പറഞ്ഞത് പോലുമില്ല, ഒരു കോളോ എവിടെയാണ് എന്താണെന്ന് ചോദിച്ച് വിളിക്കുക കൂടി ചെയ്തില്ല കേട്ടോ. ആൾ ഡയറക്റ്റ് കയറി വരിക ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് ലൈവ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കിന്നൊരു മീറ്റിങ്ങും ഉണ്ട്. ഞാൻ മീറ്റിങ്ങിന് ഇറങ്ങി ഞാൻ എൻ്റെ ഫോണിലാണല്ലോ ലൈവ് അടയ്ക്കുന്നത്, ഞാൻ ഫോൺ കൊണ്ടേയില്ല. അപ്പോൾ ഞാൻ മീറ്റിങ്ങിന് പോയി. അവിടെ മീറ്റിംഗ് തുടങ്ങിയിട്ടില്ല, ഞാനവിടെ ചേച്ചിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏട്ടൻ ചേച്ചിയുടെ ഫോണിൽ വിളിക്കുന്നുണ്ട്, ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, നീ വേഗം വാ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇല്ല നീ വേഗം വാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു അനന്തു ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇപ്പം കുറേ ദിവസമായി ചേച്ചി ഞാൻ വരണം വിചാരിക്കുന്നുണ്ട്. ഞാൻ തമാശ അവിടെ ഉണ്ടാവും, എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഇത്രയും ദൂരത്ത് നാം വരുന്നു കരുതുന്നുമില്ല. അപ്പോൾ അവസാനം അവൻ എത്തിയത് വെറും കൈയോടെയല്ല, അവൻ എല്ലാവർക്കും ഗിഫ്റ്റ് ഇടുന്നുണ്ട്. ഇത് അവൻ തന്ന റിംഗ് ലൈറ്റാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഏട്ടനും അവനും കൂടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ലൈറ്റ്സ് എവിടെ, ഏതൊക്കെ ലൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ റിംഗ് ലൈറ്റ് ട്രൈപോഡ് അവൻ്റെ ഗിഫ്റ്റാണേ. പിന്നെ കുഞ്ഞുഞ്ഞിന് അവൻ്റെ വാവേനെ ആമീനെ ഭയങ്കര ഇഷ്ടമാണ്. ആമീനെ കാണാനായിട്ട് മീൻ വന്നതെന്ന് തന്നെ പറയാം. അവൾക്ക് 3 കിലുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. കാരണം ആമീനെ എപ്പോഴും ലൈവിൽ കാണുമ്പോൾ ആമിയുടെ കയ്യിൽ കളിക്കുന്ന സാധനങ്ങളൊന്നും ആയിരിക്കില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ അവിടെ കളിക്കാൻ ഇല്ലാത്തതുകൊണ്ടല്ല, അവൾക്ക് അങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം. പിന്നെ ശിവയ്ക്കും ഞാനിങ്ങനെ എപ്പോഴും സിൽക്ക് വേണം, സിൽക്ക് മതി ഞാൻ എപ്പോഴും ലൈവിൽ പറയാറുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രൂട്ട് ആൻഡ് നട്ടെന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ശിവയ്ക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെയാണ് ഫ്രൂട്ട് ആൻഡ് നട്ടിൻ്റെ വലിയൊരു പാക്കാട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഡയറി മിൽക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്, ഡയറി മിൽക്ക് ഫ്രൂട്ട് ആൻഡ് നട്ട്. അപ്പോൾ അത് വലിയൊരു ഡയറി മിൽക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനും ശിവ അടിയാവും എന്നുള്ള ഡൗട്ടാണ്. ഇതൊന്നുമല്ല, ഇതെന്താ അവൻ വന്നതിൻ്റെ ഷോക്കിലാണ് ഇപ്പോഴും എന്ന് പറയാം. കാരണം ഇത്രയും ദൂരം 110 കിലോമീറ്റർ വൺ സൈഡ് ഉണ്ട് അവന് ഇങ്ങോട്ട്. അതും ജസ്റ്റ് ഒന്ന് ചേട്ടാ ചേച്ചി, അല്ലെങ്കിൽ ഇത് എവിടെയാണ്, എവിടെ എത്തിയിട്ട് എങ്ങോട്ട് തിരിയണം, എന്താണ്, ഒരു വിളി പോലും അവൻ വിളിച്ചിട്ടില്ല. ഫുൾ സർപ്രൈസ് ആണ്, ഫുൾ സർപ്രൈസ്. കയറി വന്നപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ വിളിച്ചിട്ട് വരുമ്പോൾ നമ്മൾക്ക് കഴിക്കാനോ എന്തെങ്കിലുമൊക്കെ ഒരുക്കി വയ്ക്കും, കാരണം ഇത്രയും ദൂരത്ത് നിന്ന് വരുന്നല്ലേ. ഇവിടെ ഉണ്ടായിരുന്ന ചായയും ബിസ്ക്കറ്റും കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഏട്ടൻ എന്ത് ചെയ്തു, ഞാൻ ഏട്ടനോട് വേഗം ഇവിടെ അടുത്ത് വലിയ വലിയ ഹോട്ടലുകളോ, നമ്മളിവിടെ ഞാൻ പറഞ്ഞ ഉൾഗ്രാമത്തിലാണ്, വലിയ വലിയ ഹോട്ടലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ അടുത്തൊരു ചെറിയ ഹോട്ടലിന് പൊറോട്ട കൊണ്ടുവന്നു. അവിടെയാണെങ്കിൽ ചിക്കൻ ഐറ്റംസ് ഇല്ല, ബീഫാണ് ഉള്ളത്. അവനാണെങ്കിൽ ബീഫ് കഴിക്കുകയില്ല. അവസാനം ഒരു പൊറോട്ടയ്ക്കുള്ളൊരു ചിക്കൻ്റെ കറിയാണ് ഉണ്ടായിരുന്നത്, അത് കൊണ്ടുവന്നു. അവനതും കൂട്ടി കഴിച്ചു. അപ്പം പിന്നെ അവനൊരു പൊറോട്ടയെ കഴിച്ചുള്ളൂ, അവനക്കൊരു സമാധാനമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചോറുണ്ടിട്ട് പോയാൽ മതി. ഉച്ചയ്ക്കും പൊറോട്ട കഴിച്ചെന്ന് എൻ്റെ അടുത്ത് പറയുമ്പോൾ നീ കുറച്ച് ചോറ് കഴിക്കാനായിട്ട് ഞാൻ വേഗം ഒരു ഓംലെറ്റും പയറുപ്പേരി ഉണ്ടായിരുന്നു, ഓംലെറ്റും കൂട്ടി അവന് ചോറും കൊടുത്തിട്ടു. അപ്പോൾ തന്നെ അവൻ പറഞ്ഞത് ഒരു 5:30-5:45 പോകണം എന്നാണ്. അപ്പോൾ ഞങ്ങൾ അവനെ പുതിയ വീട് വയ്ക്കുന്ന അവിടേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെയും കണ്ട് അവൻ ഒരു 6 മണിയോട് കൂടി തിരിച്ചു പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ഡിയേഴ്സ്.